പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടുജോലിക്കാരിയായ മലയാളി യുവതിയെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മാള സ്വദേശി കടവിൽ ഇക്ബാലിന്റെ ഭാര്യ ഷബ്നയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ദുബായ് കിസൈസിലെ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയുടെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുകയുണ്ടായി. കണ്ണൂർ സ്വദേശിയും കുടുംബവും താമസിക്കുന്ന ഫ്ളാറ്റിൽ വീട്ടുജോലിക്കാരിയായിരുന്ന ഷബ്ന മരണപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ പൊള്ളലേറ്റതായാണ് വിവരം. കുട്ടിയെ കുളിപ്പിക്കാൻ വച്ച വെള്ളത്തിൽ കാൽ തെറ്റി വീണുവെന്നാണ് വീട്ടുടമ ആദ്യം പറഞ്ഞത്. പിന്നീട് കുളിമുറിയിലുണ്ടായിരുന്ന എന്തോ ദ്രാവകം തലയിൽ കൂടി വീണുവെന്നും പറഞ്ഞതായി ബന്ധുക്കൾ പരാതിപ്പെടുന്നു. കോവിഡ് ലോക്ക്ഡൌൺ മൂലം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ലെന്നാണത്രേ വീട്ടുടമസ്ഥൻ പറഞ്ഞത്. ആശുപത്രിയിൽ പോകാൻ ഷബ്ന സമ്മതിച്ചില്ലെന്നും പറയുന്നു. എന്നാൽ ഈ വിവരങ്ങളൊന്നും ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന ഷബ്നയുടെ മകനെയോ നാട്ടിലെ ബന്ധുക്കളെയോ വിളിച്ച് അറിയിച്ചില്ല എന്ന പരാതിയുമുണ്ട്. പൊള്ളലേറ്റതിനു ശേഷം ഇവരെ കുളിപ്പിച്ചിരുന്നത് വീട്ടുകാരിയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് കുളിക്കുന്നതിനിടെ ബാത്റൂമിൽ ഇവർ കുഴഞ്ഞു വീണതായും ഉടനെ മരണം സംഭവിച്ചതായുമാണ് വീട്ടുടമ പറയുന്നത്. ഉടൻ തന്നെ ദുബായ് ആംബുലൻസിനെ വിളിക്കുകയും ദുബായ് പോലീസ് എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ദുബായിലുള്ള മകനെ വിളിച്ച് വീട്ടുടമ മരണവിവരം അറിയിച്ചത് തന്നെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ സന്ദർശക വിസയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ ദുബായിലെ വീട്ടിലെത്തിയ ഷബ്ന അവിടെ കുറച്ചുനാൾ വീട്ടുജോലിക്കായി നിന്ന ശേഷം പയ്യന്നൂർ സ്വദേശിയുടെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. കൊച്ചി തുറമുഖത്ത് ചുമട്ട് തൊഴിലാളിയാണ് ഭർത്താവ് കടവിൽ ഇക്ബാൽ. ഭാരിച്ച കടബാധ്യതയുള്ള ഇവർ ഭർത്താവ് അസുഖബാധിതനായതിനെ തുടർന്ന് ദുബായിൽ വീട്ടുജോലിക്ക് വരികയായിരുന്നു. 8 മാസം മുമ്പ് ദുബായിലെ കഫറ്റീരിയയിൽ ജോലിക്കെത്തിയ മകന്റെ വരുമാനവും കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപര്യാപ്തമായിരുന്നു. കോഴിക്കോട് മരപ്പാലം സ്വദേശി കടവിൽ ഇസ്ഹാഖ് സേട്ടിന്റെ 3 പെൺമക്കളിൽ രണ്ടാമത്തെയാളാണ് ഷബ്ന. മൃതദേഹം ദുബായ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഫോറൻസിക് വിഭാഗത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദുബായ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി, നോർക്ക അധികൃതർ, ഇന്ത്യൻ എംബസി, ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവിടങ്ങളിലേക്ക് ബന്ധുക്കൾ പരാതിയും അറിയിച്ചു കഴിഞ്ഞു. മരണത്തിലെ ദുരൂഹത നീക്കി മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി, ഹംപാസ് പ്രവർത്തകർ, മാള മഹൽ പ്രവാസി കൂട്ടായ്മ, കേരള പ്രവാസി സംഘം എന്നിവർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.